അമ്മേനെ എടുത്ത് കൊടുക്കട്ടാ. അതല്ല അച്ഛന്റെ പണി സാധനം കേട്ടാ, അത് അമ്മേനെ എടുത്ത് കൊടുക്കും. മോളെ ധ്യാനേ, ഇതെടുത്ത് അകത്തോണ്ട് പണി സാധനം ശ്രദ്ധിച്ചു വെക്കണേ മോളെ. അത് നിലത്തൊന്നും വെക്കറേ, അലമാരി തന്നെ വെച്ചോട്ടാ, പൊട്ടിപ്പോകും. വലിയ സാധനാണ്, ലാപ്പെല്ലാം ഉണ്ട് അതിനകത്ത്. മതി വിജിയെ, നീ കൊറേ കാലായില്ലേ എന്നെ കളിയാക്കുന്നേ. നീ ആഗ്രഹിച്ച പോലത്തെ വലിയ ഉദ്യോഗമൊന്നും ആയിരിക്കൂല, എന്റെ പണി സാധനം തന്നെയാ അത്. അതിനെ കൊണ്ടല്ലേ നമ്മള് ജീവിച്ചു പോന്നേ. മതി, പറ്റുമ്പോ ഒരു കട്ടൻ ചായ വെക്ക്. നീ കളിയാക്കല് ഒന്നും കേറിയിട്ടില്ല. കുറ്റം പറയണ്ട എങ്ങനെയാ മോളെ? അച്ഛൻ ഒരാട് കാരണം അമ്മ ഇങ്ങനെയായി. നിനക്ക് എന്താ അറിയ കഥ? മോള് പഠിക്കും. പറഞ്ഞത്ര എഴുതു കേട്ടാ. വരാമ്മ ആക്കട്ടെ. ഞാൻ പറഞ്ഞ ഒരു സാധനം ഇവിടെ മേടിച്ചിട്ടില്ല. ഇപ്പൊ ചോദിച്ചില്ല അച്ഛനെ നിന്നെ കുറ്റം പറയുന്നെന്ന്? പറഞ്ഞ എന്തെങ്കിലും ഉണ്ടോ നോക്കിയാ നീ? വെള്ളം ആക്കി പുറത്ത് വെക്കേണ്ടത് ഞാൻ തന്നെയല്ലേ. ഒരു സാധനം വാങ്ങിയിട്ടില്ല. പൊന്നു വിജി, നീ അതൊന്ന് കൊണ്ടക്ക്. അത്രയും വാങ്ങിയില്ലേ? അതന്നെ എങ്ങനെയാ വാങ്ങി? ഇന്നടുത്ത് പൈസ ഒന്നും കിട്ടിയിട്ടില്ല അല്ലേ? പിന്നെ നീ എന്തെങ്കിലും നീ പറഞ്ഞില്ല എന്തെങ്കിലും ഒരു സാധനത്തിന്? ഇതന്നെ ഞാൻ ഓർത്തിട്ട് എന്തല്ലോ അങ്ങ് വാങ്ങിയതാ. എന്തിരുന്നാലും കുറ്റാണ്, എത്ര ചെയ്താലും കുറ്റാണ്. ഞാൻ വാട്സപ്പിൽ ഇട്ടില്ലല്ലോ. അതിനേടി അത് നോക്കാൻ അറിയണ്ടേ? ജാവാനൊരു ഫോണും ഉണ്ട്, എനിക്ക് നോക്കാനും അറിയില്ല. ഏടിയാന്ന് വിദ്യാഭ്യാസം വേണ്ടേ? മോളിന്റെ ഇത് കേട്ടാ, നമ്മൾ നോക്കി ആക്കിട്ട് എന്തെങ്കിലും എടുത്താക്കി. കട്ടൻ ചായയും ബാക്കിയും. മക്കളെ, അച്ഛനാ പുതിയ കടി കൊണ്ടുവന്നിട്ടാ. ചായ കുടിച്ചവാ. വിജി കളിയാക്കുന്നതിന് പരിധി ഉണ്ട് കേട്ടാ. ഇത് നിനക്ക് അത്ര വരും. നീ ഉദ്ദേശിക്കുന്ന കടി എന്തെല്ലാം? നീ അല്ല ശരിയോട്ടെ, ഇന്ന് ഏതെങ്കിലും വീട്ടിലുണ്ട് ഇങ്ങനെ വർക്കി മേടിച്ച് നിന്ന് വർക്കി കട്ടൻ ചായ കുടിക്കുന്നത്? പണ്ടുണ്ട്, ശരി തന്നെയാ. എന്നാ ഏത് കാല? മക്കളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ വർക്കിയും കട്ടൻ ചായ, വേറെ എന്തെങ്കിലും പിള്ളേർക്ക് പറയാനറിയാം. എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ പിള്ളേർ? വിജി, ഇത് ആടെ കണ്ട ഞാൻ സാധനം പീടിയിൽ അതേ ഉള്ളൂ. നിങ്ങൾ പോകുന്ന എല്ലായിടത്തും അതേ ഉണ്ടാവും, വേറെ ഒന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിന് കുറ്റമില്ലാണ്ടിന്റെ എനിക്ക് വന്നാല് എന്റെ മോള് തിന്നു കേട്ടാ. നല്ലോണം തിന്നു മക്കളെ. നിങ്ങളെ ബർഗർ ഗിർഗർ എന്ന് പറഞ്ഞ സാധനം നിനക്ക് അറിയില്ല, അത് എവിടുന്ന കിട്ടുമെന്ന് അറിയില്ല. നീ പോയി മേടിച്ചോ. ഞാനേ മോള് ചായ കുടിക്കണ്ടേ? ചായ കുടിച്ചാ മോളെ. ഏത്? അത് മോള് പോയിട്ട് അച്ഛനോട് ചോദിക്കും. അച്ഛനെല്ലാം പറഞ്ഞു കേട്ടാ. അച്ഛനോട് ചോദിച്ചു. ഹലോ, ഇന്നടുത്ത പണി തീർന്ന്. അടുത്ത പണി കഴിഞ്ഞ് നാളെ ലീവാപ്പാ, പണികളും കുറവന്നെ. അത് ഞാൻ വിളിക്കേ. മോളെന്തോ വന്നിട്ട് പറയുന്നുണ്ട്. ഇല്ലപ്പാ, മക്കൾക്കെല്ലാം സുഖം തന്നെ. അത് ഞാൻ വിളിക്കാം, നാളെ നിങ്ങളെ വിളിക്കാം. നാളെ ലീവാന്ന്. ശരി. എന്നോളെ അതാ നോക്കട്ടെ. അമ്പോ, പനി വരുന്നുണ്ടാമോ? ഇതാ മോള് പറഞ്ഞേ. ഇതാ ഇത് FORTY മോള അമ്മയോട് ചോദിച്ചു കേട്ടാ. അച്ഛന് തിരിയുന്നില്ലപ്പ, അച്ഛന് കണ്ണ് പിടിക്കുന്നില്ല. ദൂരെയായിട്ട് കുഞ്ഞി അക്ഷരമായോണ്ട് അച്ഛൻ എന്തോ കണ്ണ് പിടിക്കാത്ത പോലെയായിട്ട്. മോളെ അമ്മയോട് ചോദിച്ചു കേട്ടാ.
ഓ അച്ഛനെ കണ്ണു പിടിക്കുന്നില്ല പോലും. കണ്ണു പിടിക്കായിട്ടല്ല മോളെ, അച്ഛന് വായിക്കാൻ അറിയായിട്ടാണ്. അച്ഛന് ഇംഗ്ലീഷ് അറിയില്ല. ഒരു പണി ചെയ്യ്, നിങ്ങൾ ഇവളൊപ്പം തുടങ്ങിക്കോ. എന്നിട്ട് ആദ്യം ഇങ്ങനെ കള്ളത്തം പറഞ്ഞു പഠിക്കരുത്. സ്വന്തം മക്കളല്ലേ, മക്കളെ മുമ്പിൽ തോറ്റൊന്നും ഒന്നും പറ്റൂല. ഇപ്പൊ തുടങ്ങുവാണെങ്കിൽ ഇവളൊപ്പം തന്നെ പഠിച്ച് അങ്ങ് എത്താം. ഇപ്പൊ തുടങ്ങുവാണെങ്കിൽ ഇവരൊപ്പം നല്ലോണം പഠിച്ച് എന്തെങ്കിലൊക്കെ ആകാം. ബിജി ക്ഷമിക്കുന്ന ഒരു പരിധിയുണ്ട്. എന്റെ മക്കളെ മുമ്പിൽ വരെ നീ എന്നെ കളിയാക്കൽ തുടങ്ങിയല്ലേ? ശരിയാ നീ പറഞ്ഞേ, അനക്ക് ഇതൊന്നും കൂട്ടി വായിക്കാൻ അറിയില്ല. പണ്ട് പഠിക്കേണ്ട സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. നീ നല്ല പഠിപ്പുള്ളേ, ഞാൻ എന്നെ കെട്ടിപ്പോയി. എന്നാ ചെയ്യണ്ടേ? ഇനി എല്ലാരുടെ മുമ്പിലും, മൂത്ത മോളെ മുമ്പിലും ചെറിയ മോളെ മുമ്പിലും എല്ലാരുടെ മുമ്പിലും ഞാൻ കുറവുകൾ, അതല്ലേ എനിക്ക് വേണ്ടത്? സഹിക്കുന്നതിന് പരിധിയുണ്ട് കേട്ടാ. ഞാൻ പറയും, കാരണം എനക്കല്ലേ എന്റെ സങ്കടമുള്ളൂ. നിങ്ങൾക്ക് എന്താ അറിയാ? നിങ്ങൾ കല്യാണം പെണ്ണ് കാണാൻ പറഞ്ഞപ്പോ എന്തല്ലേനു അച്ഛൻ വലിയ എന്തൊക്കെയാ പറഞ്ഞു. നിങ്ങൾ അച്ഛൻ എന്തെങ്കിലും ഓർമ്മയുണ്ട് അച്ഛനും മോനും? നിങ്ങൾക്കൊന്നും ഓർമ്മയുണ്ടാവൂല. ഒരു പഴഞ്ചൻ വീടും ഭയങ്കര ബൗസുള്ള ആളും. എന്ത് ബൗസാന്നില്ലേ? എന്തെങ്കിലും ഉണ്ട് ഈ വീടിനകത്ത്? എന്നാ ഇല്ലേ? ഇന്നത്തെ കാലത്ത് ഏടെങ്കിലും ഉണ്ട് ഇത്രയും പഴഞ്ചൻ വീട്? ഏടിയുമില്ല. ഞാൻ പറയൂ, നിങ്ങൾ മക്കളെ മുമ്പിലും പറയൂ, എല്ലാരും മുമ്പിലും പറയൂ. നീ പറഞ്ഞ ശരിയാന്ന്. എന്റെ അച്ഛൻ കുറെ കള്ളത്തിനെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. അത് കള്ളത്തിനൊന്നല്ല, ചിലപ്പോ എന്റെ അച്ഛന്റെ പിഴവായിരിക്കും. അന്നത്തെ കാലത്ത് അങ്ങനെ പറഞ്ഞു പോയി. ഇപ്പൊ ആള് ജീവിച്ചിരിക്കുന്നില്ലല്ലോ. അതിന് നീ കൊല്ല ചെയ്യുന്നില്ല ഓരോ ദിവസം. എന്നാ ഞാൻ സഹിക്കുന്നില്ലല്ലോ ഇല്ലേ? എന്റെ 2 മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അവരിടയിൽ വെറുതെ എന്തിനും ഞാൻ കുറച്ച് താണായാലും പ്രശ്നമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അത് കയ്യില്ലാന്ന് വെച്ചിട്ടാ. അല്ലാണ്ട് അനക്ക് നിന്നോട് പറയാൻ ആവൂല. നിനക്കിവിടെ കുറെ കുറവ് ഇടുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതിനെക്കാളും താഴെയുള്ള ആൾക്കാരെല്ലാം ഉണ്ട് ഇന്നും ജീവിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സമാധാനം ഇല്ലേ? അത് സ്വയം ഉണ്ടാക്കണോ? നീ വലിയ പഠിപ്പല്ലേ, നീക്കെല്ലാം ഒരുപാട് വിദ്യാഭ്യാസമല്ലേ. ഞാൻ 4ാം ക്ലാസ്സാ, അനക്ക് ലോകപരിചയമൊന്നുമില്ല. ഈ പഠിപ്പുണ്ടായിട്ട് മാത്രം കാര്യമില്ല, മറ്റുള്ളവന്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റണം. അല്ലെങ്കിൽ എനിക്കൊന്നും എത്ര പഠിപ്പുള്ള എനിക്ക് കാര്യമില്ല. അനക്കാവൂല എന്റെ കൂടെ. സഹിച്ച എത്ര ദിവസമായി, എത്ര കാലായി ഇത്. ഞാൻ പോയാലും ഇത് എല്ലാവർക്കും സഹോദരല്ലേ? ഏടെ പോകെ, നിങ്ങൾ വേഗം പോയിട്ട് വരും കേട്ടാ. അമ്മ എന്നാ അച്ഛനടി പോയി. ഏടെ പോകെ? അമ്മ എല്ലാ ദിവസവും അച്ഛന് വെറുതെ ഇങ്ങനെ കുറ്റം പറയുന്നായിട്ടല്ലേ? എന്ത് കുറ്റാ പറഞ്ഞ? ഉള്ള കാര്യല്ലേ പറഞ്ഞേ. അച്ഛൻ ഇപ്പൊ ദേവൂട്ടി പറഞ്ഞത് എന്തെങ്കിലും വായിക്കാൻ പറ്റീനാ? അച്ഛൻ ഏടെയും പോകൂല. പോകണ്ടെങ്കിലും വായിക്കാൻ അറിയണ്ടേ? ബസിന്റെ പേര് വായിക്കാൻ അറിയണ്ടേ? സ്ഥലത്തിന്റെ അറിയണ്ടേ? ഇതൊന്നും അച്ഛൻ അറിയില്ല. അവിടെ അച്ഛൻ ഈ നാട് വിട്ട് ഏടെയും പോകൂല. കൂടിപ്പോയി കഴിഞ്ഞാൽ അപ്പുറത്തെ പീടിയെ പോയ കുറെ നേരം കുത്തിക്ക് അതുപോലെ നീങ്ങി വരും. അല്ലാണ്ട് അച്ഛൻ ഈ നാട് വിട്ട് ഏടെയും പോകാൻ പോകുന്നില്ല. മോള് പോയി പഠിക്കും. നിങ്ങൾ കൈ നടക്കും. ദേവട്ടി നീ ഉറങ്ങുന്നില്ല? അച്ഛനൊന്നും വരാത്തെ? അമ്മ ദേവട്ടി ഏച്ചിക്കും അറിയില്ല. നിങ്ങൾ ഉറങ്ങുന്നില്ലേ? നാളെ സ്കൂളിൽ പോണേന്ന് അറിയിക്കേ. അമ്മ അങ്ങനെ പറഞ്ഞോണ്ടല്ലേ അച്ഛൻ ഇറങ്ങിപ്പോയേ? എന്ത് പറഞ്ഞോണ്ട്? അമ്മ ദേവൂട്ടിനോട് പറയുന്ന എല്ലാം കേട്ടിരുന്നു. അമ്മ മനഃപൂർവ്വം അച്ഛന് കുറവെടുക്കുന്നില്ലേ? അച്ഛന് കുറവുള്ളോണ്ടല്ലേ? അച്ഛന് പല കാര്യം അറിയില്ല. അത് കാരണം ഞാൻ അച്ഛനോട് ചോദിക്കാത്ത. അപ്പൊ അച്ഛൻ ഭയങ്കരമായിട്ട് വിഷമാവും. ഞാൻ അമ്മയോട് എന്നാ മെല്ലെ ചോദിക്കുന്നറിയാം. അച്ഛനാ നല്ലോണം ഫീലിംഗ് ആവുന്ന. നിനക്ക് അറിയില്ല മോളെ, അമ്മേനെ പഠിത്തം വരെ മുടങ്ങി അച്ഛൻ കാരണം. ഇവർ ഓരോ കളത്തിനും പറഞ്ഞ് അമ്മേനെ പഠിപ്പിക്കാൻ നേരം മറ്റേ ഇവിടെ വന്നീനമ്മ. അമ്മേനെ പഠിത്തവും മുടങ്ങി. അതിന് അമ്മേന്റെ കുറവ് നിനക്കൊന്നും ചിന്തിക്കണ്ടല്ലോ. അച്ഛന്റെ കാര്യം മാത്രമേ ഉള്ളൂ മക്കൾക്ക്. നിങ്ങൾ കടന്നുറങ്ങ്. അമ്മ എത്ര ആയാലും എന്ത് കുറവായാലും അത് നമ്മളെ അച്ഛനല്ലേ അമ്മേ? അതെ, നിങ്ങൾ കടന്നുറങ്ങ്. അച്ഛൻ വരും. കടന്നുറങ്ങ്. അച്ഛനിപ്പം വരും. മക്കൾ കടന്നുറങ്ങി. എന്നാലും അച്ഛൻ എടുക്കുന്നില്ല. ഒന്നും കൂടി വിളിച്ചോക്ക്. പറഞ്ഞോണ്ടല്ലേ അച്ഛൻ ഇറങ്ങിപ്പോയേ. നമുക്ക് പുറത്തേക്ക് പോയി നോക്കാം. എങ്ങനെയാ ഒറ്റയ്ക്ക് പോവാ? വാ, പുറത്തേക്ക് വാ. പോയേ മക്കൾ ഉറങ്ങിയിട്ടില്ല. അച്ഛൻ
എവിടെ വെച്ച് പോയിന് ഏ? നിങ്ങൾ കഴിയില്ല, അപ്പൊ പേടിച്ചു അച്ഛനെ നീ എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിന്? മക്കളാകട്ടെ. പോയില്ലേ അച്ഛനെ ഇടിയുണ്ട് കേട്ടാ. നീ എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിന്? ഈ സഹിക്കുന്നതിന്റെ അപ്പുറത്ത് സഹിച്ചിട്ടാ. ഫോൺ സ്വിച്ച് ആക്കേണ്ട ഓഫ് ആക്കേണ്ട വിദ്യാഭ്യാസം നമുക്കുണ്ട്. സഹിക്കുന്നതിന്റെ അപ്പുറത്ത് സഹിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ ഇവിടെ വന്നിരിക്കുന്നില്ലേ, നിന്നെ ഓർത്തിട്ടല്ല, എന്റെ മക്കളെ ഓർത്തിട്ടാ. വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഇല്ലേ, ഈ മനസ്സ് നിറച്ച് അവരോടുള്ള ഇഷ്ടമുണ്ട്. നിന്നോടും അതുണ്ട്, പക്ഷെ എനിക്ക് പുറത്ത് കാണിക്കാൻ അറിയില്ല. പിന്നെ നീ പറയുന്ന ഈ സ്റ്റാറ്റസ് വല്ല ഉള്ള ആൾക്കാരല്ലേ വിദ്യാഭ്യാസമുള്ള എല്ലാരും കുടുംബം നല്ല രീതിയിലാണ് ജീവിക്കുന്നത്. നീ അങ്ങ് തെറ്റിദ്ധരിക്കരുത്. നീ കാണുന്ന രീതിയിലൊന്നും എനിക്ക് ജീവിക്കാനാവില്ല. ഞാനൊരു പഴഞ്ചൻ ആളായി പോയി. എന്റെ അച്ഛൻ അങ്ങനെ അങ്ങ് ശീലിപ്പിച്ചു പോയി. ഇനി എനിക്ക് നിനക്ക് വേണ്ടി മാറിയിട്ട് അഭിനയിക്കാനും കഴിയില്ല. നിനക്ക് പലപ്പോഴും കുറ്റ. ഞാൻ പാന്റ് ഇടുന്നില്ല, ഞാൻ എപ്പോ ഒരു കാവ്യാണ്. ആയിക്കോട്ടെ, എനക്ക് എന്റെ ശീലങ്ങളാണ്, അതൊന്നും മാറ്റി ഞാനല്ലാണ്ടാവും. അതുകൊണ്ടില്ലേ, നിനക്ക് എന്നെ തീരെ പിടിക്കുന്നില്ല എന്നെങ്കിൽ നിനക്ക് എന്നാ ഏത് രീതിയിലാണ് നിനക്ക് ജീവിക്കാൻ ആഗ്രഹവും. എനിക്ക് നിന്റെ വീട്ടിൽ പോണം, എനിക്ക് എന്റെ മക്കളെ ഉപേക്ഷിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വന്നത്. ഏട്ടാ, നിന്നെ ഓർക്കുമ്പോൾ എനിക്ക് എല്ലോ പോണം തോന്നുന്നുണ്ട്. അത്ര ഇനി അങ്ങനെ എത്ര ഉണ്ടാവില്ല. കാലായി വിജി, എത്ര കാലായി. സോറി. പണ്ടിപ്പോ എന്റെ അച്ഛൻ പറഞ്ഞു പറ്റിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോഴും നീ എന്നെ ഒരു ദിവസം ഉറങ്ങാണ്ട് പറയുന്നില്ലേ? ഇല്ല, ഞാൻ ഇനി അങ്ങനെ പറയൂല. അത് പറ്റിപ്പോതെനിക്ക്. ഏട്ടാ, മതി, ബാ.